സ്തോത്രം. പ്രായമുള്ള അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ വേദനിക്കരുത്. ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കത്തില്ല. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയുടെ കണ്ണുനീര് വീടരുത്, ശാപമായിരിക്കും. ചുമ്മാ കള്ളക്കണ്ണീര് ഉണ്ടാക്കുന്ന തള്ളമാരുണ്ട്, അതൊക്കെ മെനക്കേട് കേസാ വിട്ട് കഴിയണം. അല്ലാതെ അമ്മമാരെ വേദനിപ്പിക്കരുത്, അപ്പന്മാരെ വേദനിപ്പിക്കരുത്. കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. ഞാനൊരു കാര്യം ഇവിടെ പറയാം, നിങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനങ്ങ് പറയുക, ആരെങ്കിലും ഗുണമാകുന്നത്. നിങ്ങൾ ബന്ധുക്ക വീട്ടിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെ ഉണ്ടല്ലോ, അല്ലെ എവിടെയെങ്കിലും യാത്ര പോകുമ്പം പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ വരുന്നെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണം. ചോദിക്കണം, അപ്പച്ചൻ വരുന്നോ? അപ്പോൾ ചിലപ്പോൾ അവർ പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ യാത്ര ചെയ്യാം. ഓക്കെ. അമ്മച്ചി വരുന്നോ? എൻ്റെ അച്ഛൻ എനിക്ക് വയ്യ, ഇന്നലെ എല്ലാം അങ്ങ് കാലിന് വേദനയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ആരോഗ്യവും വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണം. അല്ലാതെ അപ്പനെയും അമ്മയും കാവൽക്കാരാക്കി അൽസേഷൻ നമുക്ക് കിട്ടിയില്ല, എന്നാൽ പിന്നെ ഇവരെ രണ്ടിനെ ഇവിടെ. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടുകാവൽക്കാരായിട്ട്. കാരണം കാവൽക്കാർ രണ്ടെണ്ണം, മോളും മരുമകനും, അല്ലെ മരുമകളും മോനും പിള്ളേരും എല്ലാം കൂടെ ടൂറിന് പോയി, ഹോട്ടലിൽ കയറി കഴിക്കുകയും ചെയ്തു. അമ്മയും അപ്പനും കൂടെ 2 ദിവസത്തെ ചോറ് പിന്നെ വെച്ചൂറ്റി. നിങ്ങളെല്ലാം ശ്വാസം വിട്. ഇങ്ങനെ വിലക്കോ വീണാൽ പിന്നെ അതിന് പ്രാർത്ഥിക്കാൻ വേറെ എനിക്ക് ഒക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള കൃപാവരമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾ ശ്വാസം വിട്. ഇങ്ങനെ ഇരുന്ന് വിലക്കോ വീണാൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും. ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ഒന്നാമത് കോവിഡാ, ശ്വാസം മുട്ടല അതിൻ്റെ എല്ലാം. അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. അപ്പൻ എൻ്റെ അമ്മയുടെയും വില നന്നായിട്ട് അറിഞ്ഞ ആളാണ് ഞാൻ. നിങ്ങളും അങ്ങനെ തന്നെ, അവരെ വേദനിപ്പിക്കരുത്. പെറ്റതള്ളയുടെ കണ്ണുനീര് വീട്ടിൽ വീണാൽ വീട് രക്ഷപ്പെടുകയില്ല. അപ്പന്മാർ കരയത്തില്ല, പക്ഷെ ഹൃദയത്തിൽ ഞരക്കം ഉണ്ടാകും. അപ്പന്മാർ അമ്മമാരെ പോലെ കരയത്തൊന്നുമില്ല. സ്തോത്രം. ഞാൻ അല്പം കൂടെ കടത്തി പറയാൻ പോവാ, ചില കാര്യങ്ങൾ കടത്തി പറയാം. അപ്പനൊരു 65-70 വയസ്സായി, പ്രായമായി. അമ്മ അങ്ങ് മരിച്ചു. പിള്ളേർക്ക് മക്കളും കൊച്ചുമക്കളുമായി. ചില പിള്ളേർ ചിലപ്പം സമ്മതിക്കത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ചില വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാം. അമ്മ മരിച്ചതിന് ദുഃഖമുണ്ടല്ലേ, ഭാര്യ മരിച്ചതിന് ദുഃഖമുണ്ടെങ്കിലും മക്കളോട് അനുകൂലിക്കണം. അപ്പൻ ഒന്നുകൂടെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങളങ്ങനെ ഉൾക്കൊള്ളുന്നെന്ന് അല്ലെ, അവർ സ്വയമായിട്ട് തീരുമാനിക്കണം, എനിക്കിനി വിവാഹം. അതല്ലെങ്കിൽ പ്രായമുള്ള അപ്പനാണെങ്കിൽ വിവാഹം കഴിപ്പിക്കണം, പിള്ളേരും കൂടെ നിർബന്ധിക്കണം. പിന്നെ മരുമകൾ പറയാം, പിന്നെ കെട്ടാഞ്ഞിട്ടാ മുറുക്ക് പിടിച്ചത്. ഭാര്യയും ഭർത്താവും അവരുടെ മുറിയിലോട്ടങ്ങ് പോകും ഊണ് കഴിഞ്ഞ്. മോളും മോനുമാണെങ്കിൽ അവരും അങ്ങ് പോകും. ഈ പ്രായമുള്ള അപ്പനെ ഏകാന്തത ബുദ്ധിമുട്ടാണ്. അത് ജഡീക ഉല്ലാസങ്ങൾക്കല്ല വിവാഹം കഴിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അറിയാം എൻ്റെ മനോവേദന. ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ്. വിവാഹം കഴിപ്പിക്കണം. ഒരുത്തനോട് ഞാൻ പറയടാ, അച്ഛനോട് പറയണമെങ്കിൽ നീ കല്യാണം കഴിക്കണം. നീ 2 ആഴ്ച കഴിയുമ്പോൾ ബഹറിലങ്ങ് പോവും, അവൾ നിൻ്റെ കൂടെ വരും. അങ്ങനെ പിന്നെ അവിടെ ഒറ്റയ്ക്ക് അർദ്ധരാത്രി ആകുമ്പോൾ ഒരു വിമ്മിഷ്ടമുണ്ടായി. ഒരാളടുത്തുണ്ടെങ്കിൽ പറയരുതോ, എനിക്ക് വിമ്മിഷ്ടമാണ്, ഇച്ചിരി ചൂടുവെള്ളം ഞാൻ കൊണ്ടുവന്നാട്ടെ, അല്ലെ ഒന്ന് തൂത്ത് കൊടുത്തു, നെഞ്ചൊന്ന് തിരുമ്മിക്കൊടുത്തു. ഒക്കെ ആവശ്യമാണ്. എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണത്തെ പടുക്കളെ പോലെ ഇതെല്ലാം ചെയ്യണം. അതേസമയം മറുവശം പറയാം, അമ്മ ജീവിച്ചിരിക്കെ അപ്പൻ മരിച്ചു. അമ്മ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടേ കഴിച്ചു, എന്നാലും അമ്മ കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരികയില്ല. കാരണവും കൂടെ പറയാം. ഇത് രണ്ടും ഞാനിതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണവും കൂടെ പറയാം. മരുമകൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അടുക്കളയിലോട്ട് കയറിച്ചല്ല. ഇനി അവൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അമ്മമാർക്കേ ധൈര്യത്തോടെ അടുക്കള എന്തുവാ സൂസമ്മ മൂടി വെച്ചേക്കുന്ന പാത്രം മാറ്റി കപ്പ പിടിക്കുന്നതാണല്ലോ. അവൾ പറയാം, അവളും അടവ് പിടിച്ചോളാം. ഞാനങ്ങ് മറന്നുപോയോ, കുഴപ്പമില്ല, 2 കഷ്ണം എടുത്ത് അവിടെ തന്നെ ആ പാചകത്തിലോട്ട് വെച്ച് ഇച്ചിരി കൂട്ടാനുണ്ട് അതുകൂടെ എടുത്ത് അവിടെ നിന്ന് അമ്മയ്ക്ക് തിന്നാം. അതേസമയം അപ്പൻ അങ്ങനെ അടുക്കളയിൽ ചെല്ലാൻ ഒക്കത്തില്ല. ഇനി അഥവാ അപ്പൻ അടുക്കളയിൽ 2 ദിവസം കയറിയ 3-ാം ദിവസം അവൾ ഭർത്താവിനോട് പറയും, നിങ്ങളുടെ അപ്പൻ കൂടെ അടുക്കളയിൽ വരുന്നുണ്ട് കേട്ടോ, കപ്പ പിടിങ്ങാ കാച്ചിൽ പിടിങ്ങാന്നും പറഞ്ഞ് പമ്മി ഇവൾ കലക്കം ഉണ്ടാക്കുന്ന ആളാന്ന് ഒന്നുകൂടെ സ്ക്രൂ വെച്ച് കൊടുക്കും. ഞാൻ കപ്പ എടുത്തോണ്ടപ്പോൾ എനിക്കിട്ടൊരു തട്ട്
അവൻ മകന് സ്പർദ്ധ ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല, അമ്മയ്ക്ക് അടുക്കളയിൽ കയറാം. അതുകൊണ്ട് എൻ്റെ ഒരഭിപ്രായമാണ്, ദൈവഹിതം നടക്കട്ടെ, ദീർഘായുസ് എല്ലാവർക്കും തരട്ടെ, ദീർഘായുസ് കിട്ടട്ടെ. ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് പോകുന്നതാണ് നല്ലത്. ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ എളിയ ചിന്തയ്ക്കനുസരിച്ച് അങ്ങ് പറയുക. നിങ്ങളെല്ലാം കൊല്ലാൻ വന്നതുമല്ല, അയാൾ ഒടുവിൽ പറഞ്ഞത് യാകുന്ന കാര്യമാണല്ലോ. ദൈവമേ, നമ്മളെങ്ങനെയും ജീവിക്കാൻ ഓർത്ത് പ്രാർത്ഥന വെച്ചപ്പം തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കില്ലേ. സ്തോത്രം. അമ്മ പോകുന്നതിന് മുമ്പ് ദീർഘായുസോടിരുന്ന അപ്പൻ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അപ്പൻ്റെ അമ്മയുടെ ഇങ്ങനെ അനുസരിച്ച് വേണം പെരുമാറാൻ. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മരുമക്കൾക്ക്, ആരോഗ്യമുള്ള മരുമക്കളാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കണം, ഇച്ചിരി കട്ടൻ ഇട്ട് കൊടുത്തേക്കണം രണ്ടുപേർക്ക് കൂടെ. പ്രായമുള്ളവർക്ക് ഉറക്കം കുറവാണ്, അത് ചിലപ്പോൾ 4:30 എഴുന്നേറ്റെന്ന് വരാം. തികഞ്ഞ വിശ്വാസികളാണെങ്കിൽ 4:45 ഒരു പാട്ടും പാടും അവിടെ മുറിക്കാത്തിരുന്നു. അന്നേരം മരുമക്കൾ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ചെല്ലുന്നത് നിങ്ങളോട് ചെല്ലാതെ, അല്ലെങ്കിൽ ചൂട് കാപ്പി കുടിക്കുന്നവരാണ്, ഓരോ ഗ്ലാസ് കൊണ്ട് കൊടുത്തേക്കണം. പാട്ട് പാടി പ്രാർത്ഥിച്ച് തീർന്നിട്ട് കൊടുക്കാനിരിക്കരുത്. പാട്ട് തുടങ്ങുമ്പോഴേ ആദ്യത്തെ 2-3 പാട്ടായാലും പാടും, ആദ്യത്തെ പാട്ട് പാടുമ്പോഴേ കൊണ്ട് കൊടുത്തേക്കണം. അപ്പോൾ അത് ഒന്ന് കുടിച്ച് കഴിയുമ്പം ഒരു സുഖമാണ്. അവരൊരു ദീർഘശ്വാസമൊക്കെ വിട്ടൊരു സ്തോത്രം പറഞ്ഞാൽ നിനക്ക് നിൻ്റെ സന്തതിക്കും അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെയ്ത് പഠിക്കണം. പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, തുണി കഴുകുക, അമ്മയെ കൊണ്ട് കഴിക്കരുത്. ഇതുപോലെ കൊച്ചാ എന്നാലാണ്ടാ അവിടെ ഇരിക്കുന്ന ആണ്ടാമോ എത്ര വയസ്സുണ്ട് മോളെ? അതൊക്കെ നല്ല പ്രായമാണ്. അമ്മയുടെ പുറകിരിക്കുന്ന കണ്ണാടി അമ്മയുടെ പുറകിരിക്കും. എത്രയുണ്ട്? എത്ര വയസ്സുണ്ടെന്ന്? നമുക്ക് മുന്നേ ഇരിക്കുന്ന ആകും 20 അല്ലാണ്ട് 20 എത്രയുണ്ട് മോളെ? 24. ഉണ്ടോ? 24. അപ്പം മരുമക്കളെ കുഴപ്പമില്ലെന്ന്, കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ, മെന്ത് കയറുന്നതായിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, വീടൊന്നും കത്തിപ്പോകുകയല്ല. അപ്പോൾ കൊച്ചു പെൺപിള്ളേരാണ്, അമ്മ പറഞ്ഞു കൊടുക്കണം, എടി അമ്മച്ചിയുടെ തുണി മേടിച്ച് കഴുകി കൊടുക്കാൻ പറയണം. അമ്മ കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം. ഇപ്പം പിന്നെ ബാത്റൂമിലൊക്കെ ഇണക്കിയിട്ടുണ്ട് മിക്കയിടത്തും. അതല്ലാത്തവരാണെങ്കിൽ ചൂടുവെള്ളം വെട്ടിത്തിളപ്പിച്ച് കൊടുക്കരുത്. അമ്മേനെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് ഓർക്കുക. അപ്പോൾ തിളപ്പിക്കടി വെള്ളം 104 ഡിഗ്രി സെൽഷ്യസിൽ. നമുക്ക് അമ്മേനെ ഒന്ന് കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിൽ അമ്മ ബാത്റൂമിലോട്ട് കയറുമ്പോൾ കുളിക്കാൻ വെള്ളം കാഞ്ഞൊന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. അതാ കണക്ക്. അത് തള്ളയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വിടരുത്. കൊച്ചുങ്ങളെ കൊണ്ടോ നിങ്ങൾ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവെക്കണം. പ്രായമുള്ള അമ്മ കുളിക്കാൻ കയറും, അല്ലെങ്കിൽ അപ്പച്ചൻ കുളിക്കാൻ കയറുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ, അല്ലെ പ്രായമുള്ള അമ്മയാണെങ്കിൽ കൊച്ചു പെൺപിള്ളേർ അമ്മയുടെ കൂടെ ബാത്റൂമിൽ കയറി ഒന്നെങ്കിൽ ഇഞ്ചയോ അല്ലെ തത്തുല്യമായ പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. പ്രായമുള്ളവർക്ക് കൈ വഴങ്ങുകയില്ല, പക്ഷേ പുറത്തൊക്കെ ചൊറിച്ചിലും നൊരയ്ക്കുന്നത് പോലൊക്കെ തോന്നും. തുള്ളനെഴഞ്ഞ് നടക്കുമെന്ന വേറെ ദിവസത്തിലെ പ്രയോഗം. പ്രായമാകുമ്പോഴേ തുള്ളൻ ചുമ്മാ ഇരിക്കുമ്പോഴേ പുറത്തൂടെ ഓനഞ്ഞ് വന്ന് എൻ്റെ പുറത്തൂടെയാണ് നൊരയ്ക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഒന്നുമില്ല തോന്നുക. അപ്പോൾ പ്രായമുള്ള അമ്മയ്ക്ക് കൈ വഴങ്ങി കിട്ടുകയില്ല. അപ്പം അമ്മ പുറം വന്ന് പതുക്കെ തേച്ച് കൊടുക്കണം. തൊണ്ടിട്ട് തേക്കരുത്. കസിയ ഇന്നലെ പൊതിച്ച പച്ചത്തേങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് വാ, നമുക്ക് അമ്മേനെ ഒന്ന് കുഞ്ഞു നിൽക്കുന്നല്ലേ ഒരു നേര് തൊലിയിലും കൂടെ തള്ള നീർന്ന്. പിന്നെ തള്ളക്ക് വെള്ളം തൊണ്ടും കാണുമ്പോൾ വെപ്രാളം, അയ്യോ വെള്ളം തൊണ്ടും. അങ്ങനല്ല, മനസ്സിലായോ? തുണിയൊക്കെ കഴുകി കൊടുക്കണം, വസ്ത്രമൊക്കെ തേച്ച് കൊടുക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം കൃത്യസമയത്ത് പ്രായമുള്ളവർക്ക് കൊടുക്കണം, കൃത്യസമയത്ത് കൊടുക്കണം. ചൂടുകഞ്ഞി അതേ ഉള്ളു, മതി. അത് അനിച്ചക്കഞ്ഞി കൊണ്ട് കൊടുക്കരുത്. പെട്ടെന്ന് കുടിക്കും, എനിക്ക് പ്രാർത്ഥനയ്ക്ക് കൊണ്ടതാണ്. വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയെല്ലാം കൂടെ പൊള്ളി, ഇനി വേണ്ട, അങ്ങനെ കൊടുക്കരുത്. നൂഡിൽസ് ഒന്നും ഇപ്പോൾ തള്ളക്കി കൊടുക്കണ്ട, ചൂടുകഞ്ഞി മതിയെന്ന്. നമ്മുടെ മുളകടച്ച് നമ്മുടെ സാഹചര്യം അതാ, മതി. അച്ചാറേ ഉള്ളു, മതി. അത് സമയത്ത് കൊടുക്കണം, അവരെ ശുശ്രൂഷിക്കണം. മുമ്പേ പറഞ്ഞ പോയിന്റാ, പ്രായമുള്ളവരെ കൊണ്ടുപോകണം അവർ വരുന്നുണ്ടെങ്കിൽ.
അവരെ വീട്ടിൽ ഒറ്റയ്ക്കിടരുത്. ഞാൻ എന്നെ അതിന് മറുവശം പറയാം. നമ്മൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മോനെ ഇപ്പോൾ കുശൃതി, ഇവനെ അത്ര കുശൃതി കണ്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവനതിലും വില്ലനായിരുന്നായിരിക്കും. അപ്പോൾ അവനും മയമാവ് വരും, ഈ ടൈപ്പ് വരും ഇച്ചിരി കഴിഞ്ഞ്. അപ്പോൾ കുശൃതി ആണേലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് രണ്ടും, നിങ്ങൾക്ക് നമ്മൾ കുഞ്ഞുനാളിൽ കല്യാണത്തിന് പോയപ്പോൾ കടയിൽ പോയപ്പം അല്ലെ അങ്ങോട്ടില്ലുമ്പം ഈ പിള്ളേരെ ഇട്ടേച്ചാണോ പോയത്? പറ. അവരെയൊക്കെ കുശൃതി ആണേലും എടുത്ത് ഒക്കത്ത് വെച്ച് അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ നമ്മൾ മുട്ടയിലടഞ്ഞ് നടന്നപ്പം അല്ലെ മലന്ന് കിടന്നപ്പം അല്ലെ പിച്ച നടക്കാൻ ശീലിച്ചപ്പോൾ നമ്മളെ ഒറ്റക്കിട്ടേച്ചെങ്ങും പോയില്ലല്ലോ. പോയോ? ഭർത്താവ് പറഞ്ഞ് ആകെ കിടന്നോളൂ, നീ ഒരുങ്ങി വാ നമുക്ക് പോവാം. പോയില്ല. കടയിൽ പോയപ്പോഴും അമ്മയുടെ ഒക്കെ നമ്മളുണ്ട്. കല്ലയെ വെച്ച് അരച്ചപ്പോഴും കൊച്ചു വന്ന് തുണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം മുളക് ഉണ്ടെന്നില്ല, മറ്റേ കൈക്കൊന്ന് ഇല്ലേ? കല്യാണത്തിന് പോയപ്പോഴും കൊച്ചിനെ ഒരുക്കിക്കൊണ്ട, കല്യാണപ്പന്തൽ ചെന്നിരുന്നപ്പോഴും കൊച്ചു മടിയിലുണ്ട്, കഴിക്കാനെടുത്ത് വെച്ചപ്പോഴും കൊച്ച് ആദ്യം കുഞ്ഞിന് ഇല്ലേ? അങ്ങനല്ലേ നമ്മളെ വളർത്തിയേ? പിച്ച നടന്നപ്പോഴേ, മലന്ന് കിടന്നപ്പോഴേ, കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അങ്ങനല്ലേ സംരക്ഷിച്ചേ? അപ്പം നമ്മൾ കഴിവും പ്രാപ്തിയാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ സംരക്ഷിക്കണം. പണ്ടൊരാൾ മുതലാളിയോട് ചെന്ന് പറഞ്ഞ്, മുതലാളി എനിക്കിന്ന് കുറച്ചേറെ പൈസ വേണം. നിനക്കിന്നും അങ്ങ് പൈസ വേണമല്ലോ, എന്നാണ് ഇത്ര ചിലവ്? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി പ്രാരാബ്ധമുള്ള മനുഷ്യനാണ്, കാരണം വീട്ടുകാരി എന്നും നടക്കണം, പിന്നെ എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട്, പിന്നെ ഞാൻ ഇച്ചിരി കടം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കടം കൊടുക്കുന്നുമുണ്ട്, കുറച്ച് കടം തീർക്കുന്നുമുണ്ട്, വീട്ടുകാരും നടക്കണം അന്നന്ന്, അതുകൊണ്ട് ഇച്ചിരി ചിലവാണ്. അപ്പം മുതലാളി എന്തോ നിനക്ക് ഇതിന് വേണ്ട കടം തീർക്കാൻ? ആർക്കാണ് നീ കടം കൊടുക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, കടം തീർക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. എൻ്റെ കടം തീർത്തുകൊണ്ടിരിക്കുക. കടം കൊടുക്കുന്നത് എൻ്റെ പിള്ളേരുടെ കാര്യത്തിനാണ്, അവർക്ക് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കടം തീർക്കുന്നവരും കടം കൊടുക്കുന്നവരുമായിരിക്കണം. എന്തുവാ ഈ സമയം? പോരെ, നിർത്തട്ടെ, അതോ ഇച്ചിരിയുടെ വേണോ? പറ, ഞാനെന്തിനും തയ്യാറാ. ഇനി വേണോ? തരാം. പിന്നെ ഇരിക്കല്ലോ, 9 നടത്താം. കടം കൊടുക്കുന്നവരും കടം തീർക്കുന്നവരുമായിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനെയും അമ്മയും വേദനിപ്പിക്കരുത്, അവർ ഞരങ്ങരുത്. പ്രായമാകുമ്പോൾ അവരുടെ മനസ്സിന് മനോസുഖം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ അവർ ഉമിത്തിക്കകത്ത് നീർന്നത് പോലെ മുറിക്കാതിരിക്കരുത്. പ്രായമുള്ളവർ പിള്ളേരെ വളർത്തി പഠിപ്പിച്ചൊക്കെ ഒരു പുരുഷപ്രാപ്തിയാക്കിയില്ലേ, പിന്നെ അവർ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് സുഖം ഉണ്ടാകണം, മനോസുഖം വർദ്ധിക്കണം. അവർക്ക് മനസ്സിന് സുഖം വന്നാൽ നമ്മുടെ സന്തതിക്കും അത് അനുഗ്രഹമാണ്. മനസ്സിലായോ? അപ്പനെ അമ്മയെ തീറ്റിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കളോട് പറയാം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന്, അത് ന്യായമല്ലോ. വൈര് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. ഇത് വലിയ കൽപ്പനയാ, പ്രമാണമായത് കൽപ്പനയാ. പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേക്കണം. അയ്യോ അപ്പച്ചൻ വരുന്നു, കാലം കയറ്റി വെച്ചിരിക്കുകയല്ല അപ്പച്ചനെ കാണുമ്പോൾ. എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. വഴിയെ കൂടെ ഒരു പുരുഷൻ പോയാലും വാദത്തിൽ സ്ത്രീകൾ ഇരുന്ന് ഉടനെ എഴുന്നേക്കും. ഞങ്ങളുടെ വലിയമ്മച്ചൊക്കെ അങ്ങനെ പറയും, എഴുതി രണ്ടാണുങ്ങൾ വരുന്ന എഴുന്നേക്കാൻ പറയും. നമ്മുടെ വീട്ടിലോട്ടല്ല വഴിയേ പോകുന്നതാ, എന്നാലും ഉടനെ ഇന്നങ്ങനെ ആണുങ്ങൾ വരുകയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കയറിയിരിക്കും, അവൻ എടുത്ത് ചാടും കയ്യാലെന്ന്. പ്രായമുള്ള അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചു പെമ്പിള്ളേരൊന്നും ഉറക്കം സംസാരിക്കുകയല്ല. അമ്മ പറയും, ഇച്ചാൻ അവിടെ ഇന്ന് നേരെ തിരിച്ച് അച്ചായനോടാ, അവൾ അവിടെ ഉണ്ട്, അവൾ അവിടെ ഉണ്ട്, എൻ്റെ ചെവിയിലോട്ട് പറ. അങ്ങനത്തെ കാലമാണ്. പണ്ട് അപ്പം ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ മിണ്ടുകയല്ല. കൊച്ചു പെമ്പിള്ളേർ നടമുറിക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മ എടി ഇച്ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴോ. കിച്ചാനെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് കിച്ചാനെ കനാലി കളയാവും, അവ കാപ്പിനകത്തോടെ സാധനം ഇറങ്ങി വരിക. അങ്ങനെ കിച്ചാനെന്ന് പറഞ്ഞ് വാതിക്കരനെ അടിച്ചു തന്നെ
വല്ലാത്ത കാലമാണ്. അപ്പനെയും അമ്മയും ബഹുമാനിച്ചോണം കേട്ടോ. അപ്പനോടും അമ്മയോടൊന്നും കയർത്ത് സംസാരിക്കരുത് കുഞ്ഞുങ്ങൾ. സ്തോത്രം.